ദിവസം സുഖമായി കിടന്നു ഉറങ്ങി. പിറ്റേ ദിവസം എഴുന്നേറ്റ് അയൽവക്കത്ത് നടക്കാൻ പോയി. ഇതാ റോഡിലേക്ക് ഉള്ള ഒരു യാത്ര. കാറിൽ വീട്ടിൽ നിന്നിറങ്ങി. ഇവിടുത്തെ റോഡുകൾ അതിസുന്ദരമാണ്. റോഡുകളിൽ ചുറ്റും വെയിലുകളോ മതിലുകളോ ഇല്ല. പക്ഷേ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ മരത്തൈകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് റോഡ് സൈഡിലുള്ള വീടുകൾ കാണാതിരിക്കാൻ വേണ്ടിയാണ്. അവരുടെ പ്രൈവസി, അതെ, സർക്കാരിന് അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ആരുടെയും പ്രൈവസിയെ അതിക്രമിച്ച് കടത്തരുതെന്ന് അത് റോഡ് പണിയുമ്പോഴും അവർ കാണിക്കുന്നു. എല്ലാ വീടുകളിലും സൈഡിൽ മരങ്ങളുണ്ടാവും. വീടുകൾ കാണാൻ കഴിയില്ല. ട്രെയിൻ പോകുമ്പോഴും ഇതാണ് പ്രാവർത്തികമാക്കിയിരിക്കുന്നതെന്നാണ് മോൾ പറഞ്ഞത്. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. ട്രെയിൻ യാത്രയും വരും. നിങ്ങളെൻ്റെ ബ്രിട്ടീഷ് യാത്രകളിൽ പങ്കുചേരണം. അതിന് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഷെല്ലി MF സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും. എൻ്റെ കൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ബ്രിട്ടൻ കാണുകയും ചെയ്യാം. അതെ, എൻ്റെ ആദ്യത്തെ വിദേശ യാത്ര. ഞാൻ ഈ വിദേശ യാത്രയിൽ പ്ലെയിനിൽ കയറിയപ്പോൾ ആദ്യം ഓർത്തത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം 18-ാം വയസ്സിൽ വളരെയധികം ദുരിതം അനുഭവിച്ച് കപ്പലിൽ ബോംബെയിൽ നിന്ന് ലണ്ടനിലെത്തിയ വിവരം ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം തുടക്കത്തിൽ ഒരു ഹോട്ടലിലാണ് താമസിച്ചത്. ചെലവ് ചുരുക്കാൻ വേണ്ടി താമസം ഉടനെ വീടുകളിലേക്ക് മാറ്റി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുമായാണ് ഞാൻ ലണ്ടനിലെത്തിയത്. പക്ഷേ ഞാൻ വന്നത് വിമാനത്തിലാണെന്ന് മാത്രം. അവിടെ നിന്ന് എൻ്റെ മകളുടെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. ഇന്നത്തെ യാത്ര കോവൻട്രിയിലേക്കാണ്. കോവൻട്രിയിൽ നമ്മുടെ നാട്ടിലെ എല്ലാ ഭക്ഷണ സാധനങ്ങളും കിട്ടുമെന്നാണ് മോൾ പറഞ്ഞത്. അവിടെ ഒരു കലവറ എന്ന ഒരു ഷോപ്പുണ്ട്, മലയാളികളുടെ ഷോപ്പ്. അവിടെ പോയി അരിയും പൊടികളും മേടിക്കണം. പക്ഷേ അതിൻ്റെ ഉൾവശമൊന്നും ഞാൻ എടുത്തില്ല. അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. അതിൻ്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റും ഷോപ്പുകളൊന്നും ഞാൻ എടുക്കുന്നില്ല. പുറം കാഴ്ചകൾ മാത്രമേ കാണുന്നു. പോകുന്ന വഴി നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം ടാറ്റയുടെ JLR ഓഫീസും കണ്ടു. പ്രത്യേക ഭംഗിയുള്ള കെട്ടിടങ്ങളൊന്നുമല്ല, എന്നാലും നമ്മുടെ ഒരു അഭിമാനമാണല്ലോ ടാറ്റ. വീണ്ടും അവിടെ നിന്ന് സഞ്ചരിച്ചു. സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ കാറ് കയറ്റിയിട്ട ഞങ്ങളുടെ പാർക്കിംഗ് ഏരിയ കെട്ടിടമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ലിഫ്റ്റ് മാർഗം താഴെ വന്നു. അവിടെ ആയിരുന്നു മാർക്കറ്റ്. ഫിഷ് മാർക്കറ്റും വെജിറ്റബിൾ മാർക്കറ്റും എല്ലാം കൂടി ഒന്നിച്ചുള്ള മാർക്കറ്റ്. എല്ലാത്തരം മീനും കിട്ടും, ഇറച്ചികളും കിട്ടും, പച്ചക്കറികളും കിട്ടും. ഇവിടെ മലയാളികളും കച്ചവടക്കാരായി ഉണ്ട്. മലയാളികളും തമിഴരുമാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ മാർക്കറ്റിന് തൊട്ട മുമ്പിൽ തന്നെയാണ് കോവൻട്രി ടൗണും പള്ളികളും. അതെ, ഈ ടൗണിന് മുന്നിൽ 3 പള്ളികൾ കണ്ടു. ഇതാണ് ഒരു പള്ളിയുടെ ഗോപുരം. ആ പള്ളിക്ക് ഒരു ചരിത്രമുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിന് ജർമ്മനിക്കാർ ബോംബിട്ട് തകർത്ത പള്ളി. രാമേശ്വരത്ത് ചുഴലിക്കാറ്റ് മൂലം തകർന്ന പള്ളിയും റെയിൽവേ സ്റ്റേഷനും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവയെ നമ്മൾ പ്രേതനഗരമെന്നാണ് പറയാറ്. ഇവിടെ തകർന്ന പള്ളി ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അതിന് അടുത്ത് പുതിയതായി പണിത പള്ളിയാണ്. ആ പള്ളി തകർന്നപ്പോൾ ഒരു പള്ളിയില്ലാതെ പറ്റുകയില്ലല്ലോ. ഇവിടെയാണ് കുട്ടികളെ ജ്ഞാനസ്നാനം ചെയ്യുന്നത്. ഈ പള്ളിക്കുള്ളിൽ ചുറ്റി നടന്ന് കണ്ടു. കാണാൻ ഭംഗിയുള്ള പള്ളിയാണ്. ഗംഭീരമായ ഒരു പള്ളി. ടൂറിസ്റ്റുകൾ മാത്രമേ വരുന്നുള്ളൂ.
കുർബാന ഉണ്ടോ ഇല്ലയോ അറിയില്ല. ഈ പള്ളികൾ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. പക്ഷേ ഇനിയും സ്ഥലങ്ങൾ കാണണ്ടയോ? പുറത്തിറങ്ങിയപ്പോൾ തൊട്ടടുത്ത് തന്നെ വേറൊരു പള്ളി ഉണ്ട്. ആധുനിക രീതിയിൽ പണിത പള്ളി. അവിടുത്തെ യേശു ക്രിസ്തുവും കുരിശും എല്ലാവരും ആധുനിക രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മലയാളികളായ നമുക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ഇതാണ് തകർന്ന പള്ളി. അല്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഉടനെ ഇറങ്ങും. ഈ പള്ളിയിൽ ഞാൻ ഇറങ്ങിയിട്ട് ഭാര്യനെ മോളെ നോക്കിയപ്പോൾ കാണുന്നില്ല. വീണ്ടും അവരന്വേഷിച്ച് ഞാൻ അകത്ത് കയറി. എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങി അവരും ഒന്നിച്ച്. വേർപെട്ട് പോരരുതല്ലോ. പ്രത്യേകിച്ചും ഞങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ ഫോണില്ല. കേരളത്തിലെ ഫോണാണ് ഉള്ളത്. അതിന് വിളിക്കണമെങ്കിൽ വൈഫൈ വേണമല്ലോ. ഇതാണ് കോവൻട്രി യൂണിവേഴ്സിറ്റി നിൽക്കുന്ന സ്ഥലങ്ങൾ. ഇതാണ് ആധുനിക രീതിയിൽ പണിത പള്ളി. ഇത് പള്ളിയല്ല, കുരിശുമാളികയാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. ഇതാണ് ആധുനിക രീതിയിൽ പണിത പള്ളി. ഇവിടുത്തെ രൂപങ്ങളും കുരിശും കണ്ട നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രയും ആധുനികതയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ബോംബിൽ തകർന്ന പള്ളിയാണ് ഈ കാണുന്നത്. ആ പഴയ പള്ളിയുടെ ആകർഷണം ഇപ്പോഴും നമുക്ക് മനസ്സിലാവും. എന്ത് ആദരണത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ബോംബ് തകർക്കാൻ ദൈവത്തിന് മുകളിൽ നിന്ന് സാധിക്കില്ലല്ലോ. മനുഷ്യൻ്റെ വൈകൃതികൾ ദൈവവും അനുഭവിക്കേണ്ടി വരും. അതാണ് ഈ പള്ളിയിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും നമ്മുടെ പുരാതന ആൾക്കാർ പണിത ഒരു പള്ളിയുടെ ആകർഷണം ഇപ്പോഴും നമ്മളെ ആകർഷിക്കുന്നു. കണ്ട് മതി വരില്ല അവിടെ നിറഞ്ഞു പോരാൻ. എല്ലാം തകർന്നു പോയിട്ടുണ്ട്. പക്ഷെ ബോംബ് എവിടെ വീണതെന്ന് അറിയാൻ കഴിഞ്ഞില്ല. ചറ ബോംബുകൾ വീണിട്ടുണ്ടാവും. അന്നേരം ഞാൻ നമ്മുടെ കൊച്ചിയിൽ മുളവാട് ബോംബ് വീണത് കാര്യം ഞാൻ ഓർത്തു. ആ ബോംബ് പൊട്ടാഞ്ഞതുകൊണ്ട് ആ ബോംബ് നേവിക്കാരെടുത്തുകൊണ്ട് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതാണ് ആധുനിക പള്ളി. അകത്ത് കയറാൻ കഴിഞ്ഞില്ല. അന്ന് അവിടെ ഒരു പാർട്ടി നടക്കുകയാണ്. ഇവിടെ പള്ളികളിൽ പാർട്ടികൾ നടക്കും. വാടകയ്ക്കും കൊടുക്കും. ഇതാ കോവൻട്രി യൂണിവേഴ്സിറ്റിയുടെ ഭാഗങ്ങൾ. ഇവിടെ മലയാളം സംസാരിക്കുന്നവരെ കണ്ടു. പരിചയപ്പെടാൻ കഴിഞ്ഞില്ല, പരിശ്രമിച്ചില്ല എന്നതാണ് സത്യം. നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണണം, സബ്സ്ക്രൈബും ചെയ്യണം, അഭിപ്രായം എഴുതുകയും വേണം. എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും. എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി MF. ഞാൻ 3 മാസം ബ്രിട്ടനിൽ ഉണ്ടാവും. എൻ്റെ യാത്രകൾ ബ്രിട്ടനിൽ തന്നെയായിരിക്കും ഈ 3 മാസവും. ഈ 3 മാസവും ഞാൻ ബ്രിട്ടനിലെ കാഴ്ചകളായിരിക്കും എൻ്റെ യൂട്യൂബിലൂടെ ഞാൻ കാണിക്കുന്നത്. നിങ്ങളും കാണാൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളെയും കാത്തിരിക്കുന്നു ഞാൻ. ഇതാ പള്ളിയുടെ മുമ്പിലുള്ള ഒരു പാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി.